are going to take up a very, very important topic, my dear children. This is from the Sale of Goods Act, that is transfer of property. I had got many requests from many of the students, many of my students, to take this topic. So here you can take this topic. Please listen carefully. So, passing of property. Passing of property എന്ന് പറഞ്ഞാൽ എന്താണ്? അവകാശ കൈമാറ്റം. ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവകാശ കൈമാറ്റം. രണ്ടും ഒന്നാണ്. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആൻഡ് പാസിംഗ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് എന്ന് പറഞ്ഞാലും പാസിംഗ് ഓഫ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാലും രണ്ടിൻ്റെയും അർത്ഥം അവകാശ കൈമാറ്റം. അപ്പം ഞാൻ എൻ്റെ കാറ് നിങ്ങൾക്ക് തന്നു, RC നിങ്ങളുടെ പേരിലാക്കി എന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ എൻ്റെ കാറിൻ്റെ ഓണറെ ഞാൻ പൈസയും തന്നു. അപ്പം നിങ്ങൾ പൈസ എനിക്ക് തന്നു, ഓക്കെ, പൈസ ചിലപ്പോൾ പിന്നെ തന്നാലും മതി, അങ്ങനെയൊക്കെയാണ്. പൈസേൻ്റെ അത്ര നിർബന്ധമില്ല ഇവിടെ ആക്റ്റിൽ. പൈസ എപ്പോഴും വേണം കൊടുക്കാം, ഒരാഴ്ച കഴിഞ്ഞിട്ടോ ഒരു മാസം കഴിഞ്ഞിട്ടോ വാട്ട് എവർ ഇറ്റ് മേ ബി, അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റിലായിട്ടോ ഒക്കെ കൊടുക്കാം. അപ്പം ഞാൻ പറയുന്നത് റിസ്ക് പാസസ് വിത്ത് പ്രോപ്പർട്ടി. ഇതിൻ്റെ അർത്ഥം എന്താ കുട്ടികളെ? റിസ്ക് പാസസ് വിത്ത് പ്രോപ്പർട്ടി വിത്ത് ഓണർഷിപ്പ്. റിസ്ക് പാസസ് വിത്ത് ഓണർഷിപ്പ് അല്ലെങ്കിൽ റിസ്ക് പാസസ് വിത്ത്, എഴുതിക്കോളൂ, അവിടെ ബുക്കിൽ എഴുതി വയ്ക്കൂ. റിസ്ക് പാസസ് വിത്ത് പ്രോപ്പർട്ടി, റിസ്ക് പാസസ് വിത്ത് ഓണർഷിപ്പ്, ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാനൊരു കാറ് വാങ്ങി. അപ്പം ഒരു 20 ലക്ഷത്തിനാണ് വാങ്ങിയത്. പൈസ മുഴുവൻ കൊടുത്തില്ല, കുറച്ച് കൊടുത്തു, ഒരു 5 ലക്ഷം കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഒരു വൈകുന്നേരമാണ് ഞങ്ങൾ ഡീല് ഫിക്സ് ചെയ്ത് എൻ്റെ പേരിലേക്ക് RC ഒക്കെ ആക്കി തന്നു. RC എൻ്റെ പേരിലാക്കി, പൈസ 5 ലക്ഷം ബാക്കി ഞാൻ പിന്നെ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ കാറ് ഞാൻ നാളെ രാവിലെ വന്നെടുത്തോളാം, ഇവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. ഓക്കെ, ഇവിടെ ഇരുന്നോട്ടെ, നോ പ്രോബ്ലം, ഞാൻ ഗേറ്റൊക്കെ പൂട്ടിയിടുന്നു പറഞ്ഞാൽ അയാൾ പറഞ്ഞു, സെല്ലർ. അങ്ങനെ ഞാൻ പോന്നു, വീട്ടിലേക്ക് പോന്നു. അന്ന് ഭയങ്കര മഴയും ഇടിയും മിന്നലും ഒക്കെ വന്നു. അങ്ങനെ രാവിലെ ഞാൻ കാർ എടുക്കാൻ പോയപ്പോൾ വലിയൊരു മരം കാറിൻ്റെ മേലെ വീണ് കാറ് നടു പൊട്ടിക്കിടക്കുന്നു. വാട്ട് ടു ഡു? ഐ എം വെരി അൺഹാപ്പി. അപ്പോൾ എൻ്റെ ചോദ്യം, ഈ കാറ് പൊട്ടി നഷ്ടമായില്ലേ, ഈ നഷ്ടം ആര് സഹിക്കണം? ഞാൻ സഹിക്കണോ, സെല്ലർ സഹിക്കണോ? ഇതാണ് എൻ്റെ ചോദ്യം. അപ്പം റിസ്ക് പാസസ് വിത്ത് ഓണർഷിപ്പ് എന്ന് ഞാൻ പറഞ്ഞു. റിസ്ക് എഴുതി വെച്ചോളൂ. റിസ്ക് പാസ്, അപ്പം എൻ്റെ റിസ്ക് മുഴുവൻ എനിക്കാണ്. ഓണർഷിപ്പ് പാസ് ചെയ്തു, ഓണർഷിപ്പ് ഞാനാണ് ഇപ്പോൾ ഓണർ, RC ബുക്കോ എൻ്റെ പേരിലാണ്. അപ്പം ഞാനാണ് അതിൻ്റെ റിസ്ക് മുഴുവൻ സഹിക്കേണ്ടത്. അപ്പോൾ ഞാൻ ബാക്കി പൈസ 15 ലക്ഷം കൊടുക്കാണ്ട് എനിക്ക് കാറും കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കൊടുക്കുന്നില്ല. അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾ എന്തായാലും പൈസ തരണം, കാറ് നിങ്ങളെ കാറാണ്, നിങ്ങൾ പൈസ തരണം. അങ്ങനെ അയാൾ കേസ് കൊടുത്തു എൻ്റെ പേരിൽ. അപ്പോൾ ഞാൻ കോടതി പറഞ്ഞു എന്നോട് പൈസ കൊടുക്കാൻ. ബിക്കോസ് റിസ്ക് പാസസ് വിത്ത് പ്രോപ്പർട്ടി, റിസ്ക് പാസസ് വിത്ത് ഓണർഷിപ്പ് എന്ന് പറയുന്നു. സോ അപ്പോൾ നിങ്ങൾക്ക് ഇതും കൂടി എഴുതാം വേണമെങ്കിൽ. ബിഫോർ ദ ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് ഇസ് ട്രാൻസ്ഫേർഡ്, ഇറ്റ് ഈസ് എ സെല്ലർ ഹു ഹാസ് ടു ബെയർ ദ റിസ്ക്. Before the ownership is transferred, it is a seller who has to bear the risk, or loss of the goods. But after the transfer of ownership, it is the buyer who has to bear the risk. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു പ്രാക്ടിക്കലായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ കാറൊക്കെ വിറ്റാലും RC ചിലപ്പം മാറ്റാണ്ട് അങ്ങനെ കുറേ ഇങ്ങനെ കിടക്കും, കുറച്ച് നാളൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഈ പിറ്റേ ദിവസം തന്നെ ഈ കാറും കൊണ്ട് പോയ ആൾ അതിൽ കഞ്ചാവ് കടത്തിയാൽ RTO ഓഫീസിൽ നിങ്ങളുടെ പേരാണ് ഉണ്ടാവുക. അപ്പോൾ പോലീസ് വന്ന് അന്വേഷിച്ച് നോക്കും പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഹെഡ് ഏക്കണം, പിന്നെ നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാനും കോടതിയിൽ പോകാനും ഞാനെല്ലാം അതിൻ്റെ ഉത്തരവ്. അയാൾ കഞ്ചാവ് കടത്തിയ ആൾ കാറ് പഴുതി വഴിയിട്ട് ഡിസ്കാർഡ് ചെയ്ത് ഓടിപ്പോയി കളഞ്ഞ് പോലീസ് വന്നപ്പം. അപ്പോൾ പോലീസ് വന്നു, ഇത് ആരുടെ കാറാന്ന് നോക്കി, ആരുടെ വണ്ടിയാണെന്ന് നോക്കിയപ്പോൾ നിങ്ങളുടെ വണ്ടിയാണ്. അപ്പം നിങ്ങൾക്കാണ് ബുദ്ധിമുട്ട് വരുന്നത്, നിങ്ങൾ കുറ്റം ചെയ്ത പോലെയാവും. അപ്പം എന്താ വെച്ചാൽ നിങ്ങളുടെ പേരിൽ തന്നെയാണ് RC കിടക്കുന്നത്. സോ വെൻ ദ ഓണർഷിപ്പ് ഇസ് യോഴ്സ്, you will have to bear the risk. ആരാണോ ഓണർ, if the seller is owner, seller will have to bear the risk. If the buyer is owner, buyer will have to bear the risk. അപ്പോൾ നിങ്ങൾ ഇതാണ് റിസ്ക് ഫോളോസ് റിസ്ക് പാസസ് വിത്ത് ഓണർഷിപ്പ് എന്നുള്ള ഹെഡിങ് ഇട്ടിട്ട് അണ്ടർലൈൻ ചെയ്തിട്ട് വെക്കണം. അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ. റിസ്ക് പാസസ് വിത്ത് ഓണർഷിപ്പ്. ഈ എക്സാമ്പിൾ മനസ്സിൽ വെച്ചാൽ മതി, നമുക്ക് മറന്നു പോയില്ല. ഇനി നമുക്ക് റൂൾസാണ് പഠിക്കേണ്ടത്. റൂൾസ് ഫോർ ട്രാൻസ്ഫർ, അതും ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതിയിട്ട് റൂൾസ് ഫോർ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് എന്ന് എഴുതിക്കോളൂ. റൂൾസ് ക്യാപിറ്റൽ എഴുതിയിട്ട് അണ്ടർലൈൻ ചെയ്യൂ, എന്നാലേ മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതിലെന്താണ് റൂൾസ് ഫോർ ട്രാൻസ്ഫർ? സെക്ഷൻ 18 to 24, അതും ബ്രാക്കറ്റിൽ എഴുതിക്കോളൂ. സെക്ഷൻ 18 to 24 ഡീൽസ് വിത്ത് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്, റൂൾസ് ഫോർ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്. അതൊരു പൊതുവായിട്ടൊരു റൂളുണ്ട്. പൊതുവായിട്ടുള്ള റൂൾ എന്താണെന്ന് വെച്ചാൽ അതാണ് സെക്ഷൻ 19 പറയുന്നത്, പൊതുവായിട്ടുള്ള റൂള്.
അതെന്താണ്, നമ്മളിപ്പം ഓണർഷിപ്പ് പാസ് ചെയ്താലും നമ്മൾ പിന്നെ ഒരു സാധനം വാങ്ങിയാലും നമ്മൾ പറയണേ എനിക്കിപ്പോൾ ഓണർഷിപ്പ് വേണ്ട, ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാം, അപ്പോൾ എനിക്ക് ഓണർഷിപ്പ് മതി എന്ന് എൻ്റെ ഇൻറ്റൻഷൻ പറഞ്ഞു, എൻ്റെ ഉദ്ദേശം. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലൊരു പരിപാടിയുണ്ട്, അപ്പോൾ എനിക്കൊരു 10 കോഴീനെ വേണം ബിരിയാണി ഉണ്ടാക്കാൻ. അപ്പോൾ ഞാൻ ഫാമിൽ പോയിട്ട് 10 കോഴീനെ സെലക്ട് ചെയ്തു. നല്ല തടിച്ച വെള്ളക്കോഴി, പുള്ളിക്കോഴി, ബ്രൗൺ കോഴി, അങ്ങനെ എല്ലാത്തിനും സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആ ഫാമിൻ്റെ ഓണർ അതിനെല്ലാം നെറ്റിലിട്ട് വേറെ സ്ഥലത്തേക്ക് ആക്കി. അപ്പം ഞാൻ പറഞ്ഞു ഫാമിൻ്റെ ഓണർ, എനിക്കിപ്പം എൻ്റെ ഓണർഷിപ്പ്, ഞാനൊരു വെറും ചെറിയൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, എനിക്ക് കോഴിക്കൊന്നും അവിടെ സ്ഥലമില്ല, അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യൂ, എനിക്കിപ്പോൾ അതിൻ്റെ അവകാശം വേണ്ട, ഞാൻ 3 ദിവസം സൺഡേ വരാം, സൺഡേ രാവിലെയാണ് പരിപാടി, സൺഡേ രാവിലെ വന്ന് എടുത്തോളാം. ഓക്കെ. അപ്പോൾ ഫാമിൻ്റെ ഓണർ നോ പ്രോബ്ലം, നിങ്ങൾ പോയിക്കോളുന്നു. അങ്ങനെ പിറ്റേ ദിവസം അതിൽ 2 കോഴി ചത്തുപോയി. അയാൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അയാൾ പറയുന്നത് ആ കോഴീൻ്റെ പൈസ ഞാൻ കൊടുക്കണം. അത് ഞാൻ 5 കോഴീനെയാണ് വെച്ചത്, 5 കോഴീനെ പൈസ കൊടുക്കണം. പക്ഷേ എനിക്ക് കിട്ടാമോന്ന് വെറും 3 കോഴി, 2 ചത്തുപോയി. അപ്പോൾ ഞാൻ കൊടുക്കണോ, പൈസ കൊടുക്കണോ കൊടുക്കണ്ടേ? ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അവകാശം കൈമാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ കൊടുക്കണം, അവകാശം കൈമാറിയിട്ടില്ലെങ്കിൽ അയാൾ വഹിക്കണം അതിൻ്റെ നഷ്ടം. അപ്പോൾ ഇവിടെ അയാളോട് ഞാൻ പ്രത്യേകം പറഞ്ഞു, എനിക്കിപ്പോൾ ഓണർഷിപ്പ് വേണ്ട, ഞാൻ സൺഡേ രാവിലെ വരും, അപ്പം മതി ഓണർഷിപ്പ്. അങ്ങനെയാകുമ്പോൾ അവിടെ ഓണർഷിപ്പ് ഇവിടെ ഇപ്പോൾ ഡോക്യുമെൻ്റ് ഒന്നും ഇല്ലല്ലോ കോഴിക്ക്, അതുകൊണ്ട് അങ്ങനെയാകുമ്പോൾ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യില്ല, സൺഡേ രാവിലെ മാത്രമേ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആവുള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഇസ് ഇറ്റ്. അപ്പോൾ അവിടെ ഓണർഷിപ്പ്. അപ്പം നമ്മുടെ അതിൽ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ബയറുടെ ഇൻറ്റൻഷൻ വളരെ പ്രധാനമാണ്. ഇൻറ്റൻഷൻ, അതാണ് സെക്ഷൻ 19 പറയുന്നത്. As a matter of sale of goods leaves the whole of the question of transfer of ownership upon the intention of the parties. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി, ഇൻ ദ കേസ് ഓഫ് പാസിംഗ് ഓഫ് പ്രോപ്പർട്ടി ഇൻറ്റൻഷൻ എഴുതിക്കോളൂ. ഇൻ ദ കേസ് ഓഫ് പാസിംഗ് ഓഫ് പ്രോപ്പർട്ടി ഇൻറ്റൻഷൻ ഓഫ് ദ പാർട്ടീസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇൻറ്റൻഷൻ ഓഫ് ദ പാർട്ടീസ് ഡിറ്റർമിൻസ് വെദർ ഓണർഷിപ്പ് ഇസ് പാസ്ഡ് ഓർ നോട്ട്. അപ്പം മനസ്സിലെ ഉദ്ദേശത്തിന് അനുസരിച്ചിട്ടാണ് ഓണർഷിപ്പ് പാസ് ചെയ്യുക. ഓക്കെ, ഇനി 3 വിധത്തിലാണ് നമ്മളത് പഠിക്കേണ്ടത്. അപ്പം നമ്മൾ സെക്ഷൻ 19 ഇപ്പോൾ പഠിച്ചു, ഇനി 18 to 24 ആണല്ലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് 3 പോയിൻറ്റ്സ് ആയിട്ട് എഴുതി വെച്ചോളൂ കുട്ടികളെ. നമ്പർ 1, ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഇൻ ദ സെയിൽ ഓഫ് സ്പെസിഫിക് ഗുഡ്സ്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇത് കുറച്ച് ടഫായിട്ടുള്ള ഭാഗമാണ്, അതുകൊണ്ട് നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ച് കേൾക്കണം, എഴുതിയും വെക്കണം. എഴുതി വെച്ചാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. രണ്ടാമത്തത് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഇൻ ദ കേസ് ഓഫ് അൺഅസർടെയിൻ ഗുഡ്സ്. അൺഅസർടെയിൻ എന്ന് പറഞ്ഞാൽ UNACRTAINED. അൺഅസർടെയിൻ എന്ന് പറഞ്ഞാൽ തിട്ടപ്പെടുത്താത്ത ചരക്ക്. തിട്ടപ്പെടുത്താത്ത ചരക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറയാം, എനിക്ക് 100 കിലോ മൈദമാവ് വേണം, മൈദേൻ്റെ ഹോൾസെയിൽ ഡീലറോട്. ഓ ശരി, എൻ്റെ ഗോഡൗണിൽ ഇഷ്ടം പോലെ തരാമല്ലോ എന്ന്. അപ്പോൾ അങ്ങനെ അയാൾ തരാൻ റെഡിയായി, ഞാൻ വാങ്ങാൻ 100 കിലോ. പക്ഷേ അത് വേർതിരിച്ചിട്ടില്ല. വേർതിരിച്ച് മാറ്റി എനിക്ക് വേണ്ടി ചാക്കിലാക്കി വെച്ച് കഴിഞ്ഞാൽ അസർടെയിൻഡായി. ഒന്നായിട്ട് ഗോഡൗണിൽ കിടക്കണം, അത് അൺഅസർടെയിൻഡാണ്. സപ്പോസ് രാത്രി ഗോഡൗൺ കത്തിപ്പോയാൽ അയാൾക്ക് എന്നോട് ചോദിക്കാൻ പറ്റുമോ 100 കിലോൻ്റെ പൈസ വേണമെന്ന്? നോ. അസർടെയിൻഡായി മാറ്റി വെച്ച് ചാക്കിലാക്കി വേറെ സ്ഥലത്തേക്ക് വെച്ച് എടുത്തോളൂ, ഞാൻ അതൊക്കെ റെഡിയാക്കി എടുത്തോളൂ, ഞാൻ എന്താ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന് പോയില്ല, പിറ്റേന്നാണ് പോയതെങ്കിൽ ആ 100 കിലോൻ്റെ പൈസ ഞാൻ കൊടുക്കേണ്ടി വരും. ബിക്കോസ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർട്ടി പാസ് ചെയ്യും. പ്രോപ്പർട്ടി പാസ് ചെയ്ത് ബയറിലേക്ക്. അപ്പോൾ ഇവിടെ അങ്ങനെയൊന്നും അല്ല, ഞാൻ പറഞ്ഞുതരാം. ട്രാൻസ്ഫർ ഓഫ്, ഞാൻ വീണ്ടും പറയും ഇത്. അപ്പോൾ രണ്ടാമത്തെ പോയിൻ്റ്, ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഇൻ ദ കേസ് ഓഫ് അൺഅസർടെയിൻ ഗുഡ്സ്. അതാണ് രണ്ടാമത്തെ പോയിൻ്റ്. അത് 18 and 23 എന്നത് സെക്ഷൻ 18 and 23. ആദ്യത്തത് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഇൻ ദ കേസ് ഓഫ് സ്പെസിഫിക് ഗുഡ്സ്. സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഐഡൻറ്റിഫൈഡ് ആൻഡ് എഗ്രീഡ്. അത് ഞാൻ പറഞ്ഞുതരാം, അത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. മൂന്നാമത്തെ പോയിൻ്റ്, ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഇൻ ദ കേസ് ഓഫ് സെയിൽ ഓൺ എപ്രൂവൽ. സെയിൽ ഓൺ എപ്രൂവൽ എന്ന് പറഞ്ഞാൽ ഇഷ്ടമുണ്ടാകും വാങ്ങിക്കോളൂ, 2 ആഴ്ച കൊണ്ടുപോയിക്കോളൂ, പ്രാക്ടീസ് ചെയ്തോളൂ, ഇഷ്ടമില്ലെങ്കിൽ മടക്കിക്കോളൂ, പരിശോധിച്ചോളൂ, നോക്കിക്കോളൂ, എടുത്തോളൂ, പക്ഷേ ഇഷ്ടമില്ലെങ്കിൽ മടക്കിക്കോളൂ. ഇതാണ് സെയിൽ ഓൺ എപ്രൂവൽ. അതാണ് സെക്ഷൻ 24. അപ്പോൾ നിങ്ങൾ 3 പോയിൻറ്റ്സ് എഴുതിയില്ലേ കുട്ടികളെ? നമ്പർ 1, ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഇൻ സെയിൽ ഓഫ് സ്പെസിഫിക് ഗുഡ്സ്, സെക്ഷൻ 20 to 22. നമ്പർ 2, ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഇൻ ദ കേസ് ഓഫ് സെയിൽ ഓഫ് അൺഅസർടെയിൻ ഗുഡ്സ്, തിട്ടപ്പെടുത്താത്ത അൺഅസർടെയിൻ ഗുഡ്സ്, 18 and 23. ആൻഡ് മൂന്നാമത്തത്, ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഇൻ ദ കേസ് ഓഫ് സെയിൽ ഓൺ എപ്രൂവൽ. ഇത് 3 എഴുതി വെക്കണം. നമുക്ക് ആദ്യത്തെ എടുക്കാം. ഒന്നാമത്തത്, ദ ഓണർഷിപ്പ് ഇസ് ട്രാൻസ്ഫേർഡ് അറ്റ് ദ ടൈം ഓഫ് മേക്കിംഗ് ഓഫ് ദ കോൺട്രാക്ട്. സെക്ഷൻ 20 എഴുതിക്കോളും. നമ്മൾ ആദ്യത്തെയാണ് എടുക്കുന്നത്. ഓണർഷിപ്പ് ട്രാൻസ്ഫർ ഇൻ ദ കേസ് ഓഫ് സ്പെസിഫിക് ഗുഡ്സിൻ്റെ കാര്യമാണ്. സ്പെസിഫിക് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫൈ ചെയ്ത് എഗ്രി ചെയ്ത്. ഞാനൊരു എക്സാമ്പിൾ പറയാം.
എനിക്കൊരു ബോട്ട് വാങ്ങണം, വലിയൊരു ബോട്ട്. അപ്പോൾ ഞാൻ പോയി ബോട്ടിൻ്റെ യാർഡ് പോയി അതിൻ്റെ സെല്ലറെടുത്ത് കണ്ട് എനിക്കിങ്ങനെ എല്ലാം പരിശോധിച്ച് ഇന്ദിരാഗാന്ധിന് പേര് എഴുതിയൊരു ബോട്ട് കണ്ട്, എനിക്കിത് മതി, ഇത് നല്ല ഭംഗിയുണ്ട്, നല്ല പെയിൻറ്റിങ് ഒക്കെ ഉണ്ട്, എല്ലാം ഒക്കെ ഓക്കെയാണ്, ഇത് മതി എനിക്ക് എന്ന് പറഞ്ഞ് ഞാൻ ആ ബോട്ട് ചൂണ്ടിക്കാണിച്ചു. പറഞ്ഞു റെഡിയാണ്, ഇതൊക്കെ ഇനി ഒന്നുകൂടി പെയിൻറ്റ് ചെയ്യണോ, നന്നാക്കി വേണ്ട ഒന്നും ചെയ്യണ്ട, പെയിൻറ്റ് ഒന്നും ചെയ്യണ്ട, ഇത് HP ഇപ്പോൾ എത്ര HP മോട്ടർ, അത് കുറച്ച് കൂടെ HP മോട്ടർ പിടിപ്പിക്കും, ഒന്നും വേണ്ട, ഇത് തന്നെ മതി. പിന്നെ അത് നങ്കൂരിട്ട് അവിടെ നിർത്തിക്കുക, ആങ്കർ ഇട്ടിട്ട് അവിടെ നിർത്തിയിരിക്കുക ബോട്ട്. ഇപ്പോൾ വേണം എനിക്ക് കടലിറക്കാം, ഇപ്പോൾ വേണം പോയി മീൻ പിടിക്കാം, അങ്ങനത്തെ ഒരു ബോട്ടാണ്, എവറിത്തിങ് ഓക്കെ. അപ്പം ഞാൻ കുറേ ബോട്ടിനാന്ന് ഞാൻ കണ്ടുപിടിച്ചു, തിരിച്ചറിഞ്ഞു, എന്നിട്ട് ഞാൻ എഗ്രി ചെയ്തു, ഞാനും അയാളും തമ്മിൽ എഗ്രി ചെയ്തു. അപ്പം സ്പെസിഫിക് ഗുഡ്സാണിത്. സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് വിച്ച് ആർ ഐഡൻറ്റിഫൈഡ് ആൻഡ് എഗ്രീഡ് അറ്റ് ദ ടൈം ഓഫ് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ. ഐഡൻറ്റിഫൈഡ്, ആ രണ്ട് വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, അണ്ടർലൈൻ ചെയ്യുക കുട്ടികളെ. ഗുഡ്സ് വിച്ച് ആർ ഐഡൻറ്റിഫൈഡ് ആൻഡ് എഗ്രീഡ് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ സ്പെസിഫിക് ഗുഡ്സ്. അപ്പോൾ നമ്മൾ വാങ്ങാൻ പോകുന്ന സ്പെസിഫിക് ഗുഡ്സാണ്, ഐഡൻറ്റിഫൈഡ് ആൻഡ് എഗ്രി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 പോയിൻറ്റ്സ് അതിൽ കൂടുതലായിട്ട് എഴുതണം. അപ്പോൾ ഇങ്ങനെ ചരക്കിൻ്റെ അവകാശം അപ്പം തന്നെ കൈമാറുകയാണ്. സപ്പോസ് ഞാൻ ഈ ബോട്ട് വാങ്ങിയെന്ന് വിചാരിച്ചോളൂ, ശരിയെന്ന് പറഞ്ഞ് പൈസ കൊടുത്തില്ല, കുറച്ച് പൈസ കൊടുത്തു, 1,00,000 രൂപ ബോട്ടിൻ്റെ വില, ഞാനൊരു 10,000 രൂപ കൊടുത്ത് കച്ചവടം ഉറപ്പിച്ച്. അന്ന് രാത്രി ഭയങ്കര സുനാമി പോലെ വല്ല വേൾവിൻഡും വെള്ളപ്പൊക്കമൊക്കെ വന്നിട്ട് ഈ ബോട്ട് അങ്ങനെ നശിച്ചു പോയി, അങ്ങനെ വെള്ളത്തിലടിച്ച് കൊടുങ്കാറ്റടിച്ച് നശിച്ചു പോയി. ഞാൻ ആകെ 10,000 രൂപ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ബോട്ടിൻ്റെ ഓണർ പറയുന്നത് നിങ്ങൾ ബാക്കി പൈസയും കൂടി തരണം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ബോട്ട് കിട്ടിയിട്ടില്ലല്ലോ, ഞാൻ തരില്ല. അപ്പോൾ അയാൾ കേസ് കൊടുത്തു എൻ്റെ പേരിൽ. അപ്പോൾ ഇതൊക്കെ ഈ തെളിവൊക്കെ കോടതിയിൽ ഹാജരാക്കി. അയാൾ വന്നു, പരിശോധിച്ചു, സ്പെസിഫിക് ഗുഡ്സാണ്. അപ്പോൾ 3 കാര്യം കോടതി ചോദിക്കും. സ്പെസിഫിക് ഗുഡ്സ് ആണോ നിങ്ങൾ രണ്ടാളും കൂടി നോക്കി, ഐഡൻറ്റിഫൈഡ് ആൻഡ് എഗ്രീഡ് അല്ലേ, തിരിച്ചറിഞ്ഞു, രണ്ടാളും സമ്മതിച്ചതല്ലേ ഇന്നലെ വൈകുന്നേരം, ശരി ഓക്കെ, അത് സമ്മതിച്ചു. പിന്നെ രണ്ടാമത് ചോദിക്കും, ഇറ്റ് മസ്റ്റ് ബി ഇൻ എ ഡെലിവറബിൾ സ്റ്റേറ്റ്. ചരക്ക് ഡെലിവറബിൾ സ്റ്റേറ്റിലാണോ? എന്താ ഡെലിവറബിൾ സ്റ്റേറ്റ്? എടുക്കാൻ പാകത്തിന്, കൊണ്ടുപോകാൻ പാകത്തിന് റെഡിയായി വെക്കുന്നതിന്. ഇപ്പോൾ എണ്ണയാണ് കുപ്പിയിൽ വെച്ച് സീൽ ചെയ്ത് കൊടുത്താൽ ഡെലിവറബിൾ സ്റ്റേറ്റായി. അരിയാണ് ചാക്കിലിട്ട് തുന്നി കെട്ടി ഒക്കെ റെഡിയാക്കി കൊടുത്താൽ ഡെലിവറബിൾ സ്റ്റേറ്റ്. ബോട്ടാണെങ്കിൽ ആങ്കർ അങ്ങോട്ട് പൊന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ വെള്ളത്തിൽ ഇറക്കാം. അപ്പോൾ ഡെലിവറബിൾ സ്റ്റേറ്റിലല്ലായിരുന്നോ എന്ന് ചോദിച്ചു. അതെ, ഡെലിവറബിൾ സ്റ്റേറ്റിലായിരുന്നു എന്നാണ് സെല്ലറും ബയറും പറഞ്ഞത്. മൂന്നാമതൊരു പോയിന്റ് ചോദിക്കും, ദ കോൺട്രാക്ട് ഓഫ് സെയിൽ വാസ് അൺകണ്ടീഷണൽ. അൺകണ്ടീഷണൽ ഉപാധികളൊന്നുമില്ല. അത് പെയിൻ്റ് അടിക്കണോ വേണ്ട, വേറെ ഹൈ HP മോട്ടർ ഫിറ്റ് ചെയ്യണോ വേണ്ട, ഒന്നും വേണ്ട, ഒരു കണ്ടീഷനും ഒരു നിബന്ധനയും ഇല്ല, അൺകണ്ടീഷണൽ. അപ്പോൾ ഈ 3 പോയിൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനത്തെ സാഹചര്യത്തിൽ ദ പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ്, അതായത് അവകാശം ഉടനെ കൈമാറും. വൈകുന്നേരം നമ്മൾ കച്ചവടത്തിൽ ഏർപ്പെട്ടു ഒക്കെ പറഞ്ഞു ഓക്കെ ആക്കി, അപ്പം തന്നെ അവകാശ കൈമാറ്റം നടക്കും. നിങ്ങളെപ്പോൾ വേണം, ഇന്ന് രാത്രി തന്നെ ബോട്ട് ഇറക്കിക്കോളി കടലിൽ എന്നാണ് പറഞ്ഞത്. സോ അങ്ങനത്തെ ഒരു ചരക്ക്, അങ്ങനത്തെ ഒരു കച്ചവടമാണെങ്കിൽ ഹിയർ the buyer will be responsible. So in the case of ownership is transferred at the time of making of the contract, ഇതാണ് നിങ്ങൾ എഴുതേണ്ടത് സെക്ഷൻ 20. എന്നിട്ട് അങ്ങനെ എത്ര ടൈം ഓണർഷിപ്പ് പാസ് ചെയ്യുകയാണെങ്കിൽ 3 കാര്യങ്ങൾ ABC 3 എഴുതണം. ഒന്ന്, ഇറ്റ് മസ്റ്റ് ബി സ്പെസിഫിക് ഗുഡ്സ്. സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫൈഡ് ആൻഡ് എഗ്രി. ഇന്ദിരാഗാന്ധിയുടെ പേരിലുള്ള വോട്ടാണ്, നിങ്ങൾ തരാൻ റെഡിയാണോ? തരാൻ, ഞാൻ വാങ്ങാനും റെഡിയാണ്. നിങ്ങൾ അപ്പോൾ ഐഡൻറ്റിഫൈഡ്, എഗ്രീഡ്. രണ്ടാമത്തത്, ഇറ്റ് മസ്റ്റ് ബി എ ഡെലിവറബിൾ സ്റ്റേറ്റ്. ഇതെപ്പോൾ വേണം കടലിറക്കാം, ഡെലിവറബിൾ സ്റ്റേറ്റ്. മൂന്നാമത്തത്, ദ സെയിൽ മസ്റ്റ് ബി അൺകണ്ടീഷണൽ. വേറെ കണ്ടീഷനൊന്നും പറഞ്ഞിട്ടില്ല, ഇതൊന്ന് പെയിൻ്റ് അടിച്ച് തരൂ, ഇതൊന്നും നല്ല കുറച്ചും കൂടി പുതുക്കി തരൂ, അവിടെ ഇതൊന്ന് മാറ്റി തരൂ, അതൊന്ന് മാറ്റി തരൂ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അൺകണ്ടീഷണലായി. അങ്ങനത്തെ സാഹചര്യത്തിൽ ദ പ്രോപ്പർട്ടി പാസസ് അറ്റ് ദ ടൈം ഓഫ് മേക്കിംഗ് ഓഫ് ദ കോൺട്രാക്റ്റ്. ഇതാണ് നമ്മൾ ഫസ്റ്റായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ രണ്ടാമത്തെ എന്താണെന്ന് നോക്കാം. ഓണർഷിപ്പ് where the goods are, അത് സെക്ഷൻ 21 ആണ്. സെക്ഷൻ 21 എഴുതിക്കോളൂ കുട്ടികളെ. where the goods are to be put into a deliverable state by the seller. The goods are to be put into a deliverable state by the seller. എന്താ put into a deliverable state എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകാൻ പാകത്തിന് സെല്ലർ എന്തൊക്കെയോ ചെയ്യാനുണ്ട്, എന്നാലേ ബയർക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ ഒന്നായിട്ട് കിടക്കുന്ന സാധനമാണ്, കുറേ അയാൾക്ക് വലിയൊരു ഈ പക്കുറ്റിയിൽ മുഴുവൻ ഓയിലുണ്ട്, എനിക്ക് 100 ലിറ്റർ ഓയിൽ വേണം, അത് ഓരോ ലിറ്ററിൻ്റെ ബോട്ടിലാക്കി തരണം എന്നൊക്കെ പറഞ്ഞാൽ അപ്പം അത് ബോട്ടിൽ ഒഴിച്ച് ഒക്കെ റെഡിയാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തം സെല്ലർക്കാണ്. where the goods are to be put
into a deliverable state by the seller. എഴുതിക്കോളൂ, where the goods are to be put in a deliverable state by the seller, section 21. Sometimes the specific goods are not in a deliverable state. Specific goods ആണ് ഐഡൻറ്റിഫൈ ചെയ്ത് എഗ്രി ചെയ്തിട്ടുണ്ട്, പക്ഷെ ഡെലിവറബിൾ സ്റ്റേറ്റിലല്ല, കൊണ്ടുപോകാൻ പാകത്തിലായിട്ടില്ല. The seller has to do some act to put them into a deliverable state. അയാൾ എന്തോ ഒരു പ്രക്രിയ ചെയ്യണം, സെല്ലർ കുപ്പിയിലാക്കലോ ചാക്കിലാക്കലോ വാട്ട് എവർ ഇറ്റ് മേ ബി, അത് ചെയ്യണം. പുട്ട് ഇൻ ടു എ ഡെലിവറബിൾ സ്റ്റേറ്റ് ഹാസ് ടു ഡു സംതിങ്. ഇൻ സച്ച് കേസസ്, അങ്ങനത്തെ കേസിൽ ദ ഓണർഷിപ്പ് ഇസ് ട്രാൻസ്ഫർ ടു ദ ബയർ ഓൺ ദ ഫുൾഫിൽമെൻറ്റ് ദ ഫോളോയിങ് കണ്ടീഷൻസ്. അപ്പോൾ അപ്പോൾ എപ്പോഴാണ് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആവുക? വെൻ ദ സെല്ലർ ഹാസ് ഡൺ ദിസ് ആക്ട് ഓഫ് പുട്ടിങ് ദം ഇൻ ടു എ ഡെലിവറബിൾ സ്റ്റേറ്റ്. സെല്ലർ അത് ഡെലിവറബിൾ സ്റ്റേറ്റിലാക്കാനുള്ള പണികൾ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇത് ആവുള്ളൂ, ഓണർഷിപ്പ് ബയറിലേക്ക് മാറുള്ളൂ. അത് ചെയ്ത് കഴിഞ്ഞ് മാത്രമല്ല, ഇപ്പോൾ കുപ്പിയിലാക്കി, എണ്ണയൊക്കെ കുപ്പിയിലാക്കി സീൽ ചെയ്ത് എന്നിട്ട് വിളിച്ച് പറഞ്ഞു, ഗിവ് നോട്ടീസ് ടു ദ ബയർ, ഒക്കെ റെഡി ആയിട്ട് ഇപ്പം തന്നെ എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ശരി എന്നാണ്, ബയർ ഇന്ന് തന്നെ വന്ന് എടുത്തുകൊണ്ടോണം. സപ്പോസ് ശരി വരാമെന്ന് പറഞ്ഞ് ഹീ ഡിൻ കം. പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ അവിടെ ഒരു വലിയൊരു പൊട്ടിത്തെറി നടന്നിട്ട് എണ്ണയൊക്കെ കത്തിപ്പോയി. അപ്പോൾ അയാൾ 100 ലിറ്ററിൻ്റെ എണ്ണേൻ്റെ പൈസ ബയർ കൊടുക്കണം. പ്രോപ്പർട്ടി ഹാസ് ട്രാൻസ്ഫേർഡ്. എപ്പോഴാണ് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്താൽ? the seller has done the act of putting the goods into a deliverable state. The seller has done his act of putting the goods into a deliverable state. രണ്ടാമത്തത്, the seller has given notice to the buyer. The seller has given notice to the buyer എന്ന് പറഞ്ഞാൽ സെല്ലർ ബയർക്ക് നോട്ടീസ് കൊടുത്തു. എന്ത് നോട്ടീസ്? അറിയിച്ചു കൊടുത്തു, ഇതൊക്കെ റെഡി ആക്കിയിരുന്നു, ഇപ്പം തന്നെ എടുത്തോളൂ, ഇപ്പം തന്നെ ഞാൻ വരാമെന്നും പറഞ്ഞു ബയർ. പക്ഷേ അയാൾ പോയില്ല. അന്ന് എക്സ്പ്ലോഷൻ നടന്നു പോയിട്ടുണ്ടെങ്കിൽ എണ്ണയോ കത്തിപ്പോയ 100 ലിറ്റർ എണ്ണേൻ്റെ പൈസ ബയർ സെല്ലർക്ക് കൊടുക്കണം. ഹാവ് യു അണ്ടർസ്റ്റുഡ്? അതാണ് പുട്ട്. പിന്നെ രണ്ടാമത് ഒരു പോയിൻറ്റും കൂടി ഉണ്ട് അതിൽ. ഇതൊക്കെ നിങ്ങൾ ഓണർഷിപ്പ് സ്റ്റാൻഡ് അറ്റ് ദ ടൈം ഓഫ് മേക്കിംഗ് ദ കോൺട്രാക്ട് സ്പെസിഫിക് ഗുഡ്സ്. ഇൻ ദ കേസ് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഇൻ ദ കേസ് ഓഫ് സ്പെസിഫിക് ഗുഡ്സ് എന്നുള്ളതിൻ്റെ ചോട്ടിലാണ് ഇതൊക്കെ എഴുതേണ്ടത്. പിന്നെ ഒരു പോയിൻറ്റും കൂടിയുണ്ട്, where the goods are to be weighed, measured by the seller to ascertain the price. Where the goods are to be weighed, measured by the seller to ascertain the price. വില തിട്ടപ്പെടുത്താനായിട്ട് ചരക്ക് അളക്കുക, അല്ലെങ്കിൽ തൂക്കുക, അതൊക്കെ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയുണ്ട്. ഇപ്പോൾ ഒരു ഗോഡൗണിൻ്റെ സാധനം മുഴുവൻ നിങ്ങൾ ഗോഡൗണിൽ എത്രയോ കണക്കിന് ടണ്ണ് കണക്കിന് ഗോതമ്പുണ്ട്. അപ്പം ഈ ഗോതമ്പ് മുഴുവൻ അയാൾ വിറ്റു. എത്രയാണ് ഗോതമ്പെന്ന് അറിയണ്ടേ? അപ്പോൾ അളന്ന് നോക്കണം, അല്ലെങ്കിൽ തൂക്കി നോക്കണം. അതൊക്കെ സെല്ലർ ചെയ്ത് കഴിഞ്ഞിട്ട്, ആ തൂക്കലും അളക്കും ചെയ്ത് കഴിഞ്ഞിട്ട് ബയർക്ക് നോട്ടീസ് കൊടുക്കുകയാണ്. ബയറോട് പറയാണ്, ഇതൊക്കെ റെഡിയാക്കിയെന്ന്, ഇത് 10 ടണ്ണ് ഗോതമ്പുണ്ട്, നിങ്ങൾ എടുത്തോളൂ എന്ന് പറയാം. അങ്ങനെ ഗോഡൗണിലത്തെ സാധനം മുഴുവൻ തൂക്കി അളന്ന് ബയർക്ക് നോട്ടീസ് കൊടുക്കുകയാണ്. ബയർക്ക് നോട്ടീസ് കൊടുത്തിട്ട് പറയുന്നു, ഉടനെ വന്ന് സാധനം ഡെലിവറി എടുത്തോളൂ എന്ന് പറയുന്നു. അങ്ങനെ പറയുന്നതോട് കൂടിയിട്ട്, അപ്പോൾ ബയറോട് ശരി ഞാൻ വരാം, അങ്ങനെ പറയുന്നതോട് കൂടിയിട്ട് വസ്തുവിലെ അവകാശം കൈമാറി. ഇനിയിപ്പോൾ അന്ന് രാത്രി അയാൾ പോയി വേഗം എടുക്കണം, ബയർ പോയി എടുക്കണം. സപ്പോസ് ബയർ എടുത്തിട്ടില്ല, അന്ന് രാത്രി ഗോഡൗൺ കത്തിപ്പോയാൽ അയാൾ ആ സാധനത്തിൻ്റെ പൈസ കൊടുക്കണം. അയാൾക്കൊന്നും ഒരു സാധനം കിട്ടിയില്ല, പക്ഷേ ഹി ഹാസ് ടു ഗിവ്. സാധനം കിട്ടാണ്ട് അയാൾ പൈസ കൊടുക്കേണ്ടി വരും. ബിക്കോസ് എ പ്രോപ്പർട്ടി ഹാസ് പാസ്. വസ്തുവിലെ അവകാശം പാസ് ചെയ്ത് കഴിഞ്ഞാൽ റിസ്ക്കും പാസ് ചെയ്തു. റിസ്ക് ബയർക്കാണ്. അപ്പോൾ 2 കാര്യങ്ങളാണ്. ദ സെല്ലർ, എഴുതിക്കോളൂ കുട്ടികളെ, വെൻ ദ സെല്ലർ ഹാസ് ഡൺ ദിസ് ആക്ട് ഓഫ് ascertaining the price of the goods. Well, the seller has done this act of ascertaining തിട്ടപ്പെടുത്തുക, ascertaining the price. വില തിട്ടപ്പെടുത്താനായിട്ട് അയാൾ എന്താ ചെയ്യേണ്ടത്? അളക്കുകയാണോ, തൂക്കം ചെയ്യുകയാണോ, വാട്ട് എവർ ഇറ്റ് ഇസ്. കുപ്പിയിൽ അളന്ന് നോക്കലാണോ, ഇത്ര ലിറ്റർ അല്ലെങ്കിൽ ഇത്ര ടണ്ണ്, ഇത്ര കിലോ എന്നൊക്കെ അത് നിർണ്ണയിക്കുക. അത് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമല്ല, നമ്പർ 2, when the seller has done his act of ascertaining the price of the goods. വില തിട്ടപ്പെടുത്താനായിട്ട് ചെയ്യേണ്ട പണി ചെയ്തു. And the second one, when the buyer came to know that the price has been ascertained by the seller's acts. When the buyer came to know that the price has been ascertained by the seller. അപ്പം അങ്ങനെ വില നിർണ്ണയിച്ചു, വില തിട്ടപ്പെടുത്തി. അപ്പോൾ അതോടുകൂടി വസ്തുവിലെ അവകാശം കൈമാറി. ഇതാണ് നിങ്ങൾ എഴുതേണ്ടത്. ഏതിൽ? ഓണർഷിപ്പ് ഇസ് ട്രാൻസ്ഫേർഡ്, ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഇൻ ദ സെയിൽ ഓഫ് സ്പെസിഫിക് ഗുഡ്സ് എന്നുള്ള പോയിന്റിൽ ഇതൊക്കെ എഴുതണം. രണ്ടാമത്തത്, ട്രാൻസ്ഫർ ഓണർഷിപ്പ് ഇൻ കേസ് ഓഫ് സെയിൽ ഓഫ് അൺഅസർട്ടൈൻ ഗുഡ്സ്.
ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഇൻ കേസ് ഓഫ് സെയിൽ ഓഫ് അൺഅസർടെയിൻ ഗുഡ്സ്. അൺഅസർടെയിൻ എന്ന് പറഞ്ഞാൽ തിട്ടപ്പെടുത്താത്ത ചരക്ക്. അപ്പോൾ അങ്ങനെയുള്ള എപ്പോഴാണ് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആവുക. അൺഅസർടെയിൻ എന്ന് പറഞ്ഞാൽ ഒന്നായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഗോഡൗണിൽ ഒന്നായിട്ട് 100 കിലോ ഗോതമ്പുണ്ട്. അപ്പോൾ അതിൻ്റെ വിൽപ്പനയിൽ എനിക്ക് 10 കിലോ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസർടെയിൻ മാറ്റിയിട്ടില്ല, തിട്ടപ്പെടുത്തിയിട്ടില്ല, അസർടെയിൻ ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ എഴുതേണ്ടത്, അപ്പോൾ ഇത് എഴുതിക്കോളൂ, ട്രാൻസ്ഫർ ഓണർഷിപ്പ് ഇൻ ദ കേസ് ഓഫ് സെയിൽ ഓഫ് അൺഅസർടെയിൻ ഗുഡ്സ്. ദ അൺഅസർടെയിൻ ഗുഡ്സ് ആർ ഗുഡ്സ് വിച്ച് ആർ നോട്ട് സ്പെസിഫിക്കലി ഐഡൻറ്റിഫൈഡ്. തിരിച്ചറിഞ്ഞില്ല അറ്റ് ദ ടൈം ഓഫ് മേക്കിംഗ് ഓഫ് ദ കോൺട്രാക്ട്. അപ്പോൾ ഒന്നായിട്ട് ഗോഡൗണിൽ കിടക്കുകയാണ്, അപ്പോൾ മാറ്റിയിട്ടില്ല, അപ്പോൾ അൺഅസർടെയിൻ എന്നാണ് പറയാം. ഇൻ കേസ് ഓഫ് സെയിൽ ഓഫ് അൺഅസർടെയിൻ ഗുഡ്സ് ദ ഓണർഷിപ്പ് ഇസ് ട്രാൻസ്ഫർഡ് ടു ദ ബയർ ഓൺ ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് 2 കണ്ടീഷൻസ്. അപ്പോൾ എപ്പോഴാണ് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആവുക? അൺഅസർടെയിൻ ഗുഡ്സ് ആണ്, ഒന്നായിട്ട് ഒരു ഗോഡൗണിൽ കിടക്കുകയാണ് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് കിടക്കുകയാണ്. അപ്പോൾ 2 കാര്യം, വെൻ ദ ഗുഡ്സ് ആർ അസർടെയിൻഡ്, തിട്ടപ്പെടുത്തി മാറ്റിയാൽ. രണ്ടാമത്തത്, ഗുഡ്സ് ആർ അപ്രോപ്രിയേറ്റഡ് ടു ദ കോൺട്രാക്ട്. അപ്രോപ്രിയേറ്റഡ് ടു കോൺട്രാക്ട് നമുക്ക് വേണ്ട പോലെ നമ്മൾ സ്വന്തമാക്കി എടുക്കുക. ഇപ്പോൾ അയാൾ എണ്ണയാണ്, എനിക്ക് 100 ലിറ്റർ എണ്ണ വേണമെന്ന് പറഞ്ഞു, അത് ഒന്നായിട്ട് അയാളുടെ എന്തോ ഒരു കാസ്കിലോ ഒരു ഇതിൽ കിടക്കുക. അപ്പം അതിൻ്റെ അകത്തുനിന്ന് അപ്പം ഞാൻ എൻ്റെ 100 കുപ്പി കൊണ്ടുപോയി അയാൾ ആ കുപ്പിയിലേക്ക് ഒഴിച്ച് സീൽ ചെയ്ത് നമുക്ക് തന്നു കഴിഞ്ഞാൽ അപ്രോപ്രിയേഷനുമായി. അപ്പോൾ 2 കാര്യങ്ങളാണ്. വൺ ഇസ് അസർടെയിൻ, അപ്പോൾ വെൻ ദ ഗുഡ്സ് ആർ അസർടെയിൻഡ്. അപ്പം അസർടെയിൻ മാത്രമല്ല, നമ്പർ 2 അപ്രോപ്രിയേറ്റഡ് ടു ദ കോൺട്രാക്ട്. കോൺട്രാക്റ്റിലേക്ക് അപ്രോപ്രിയേറ്റ് ചെയ്ത് ബയർ സ്വന്തമാക്കി, അങ്ങനെയാണ്. അപ്പോൾ ആ സ്വന്തമാക്കൽ എങ്ങനെയാണ്? ബൈ ദ ബയർ വിത്ത് എസെൻറ്റ് ഓഫ് സെല്ലർ. ബയർക്ക് വേണം സ്വന്തമാക്കുക, ബയർക്ക് വേണം ഒഴിക്കാം എസെൻറ്റ് ഓഫ് സെല്ലറുടെ സമ്മതത്തോട് കൂടിയിട്ട്, അല്ലെങ്കിൽ സെല്ലർക്ക് വേണം ഒഴിക്കാം ബയറുടെ സമ്മതത്തോട് കൂടിയിട്ട്. അങ്ങനെ അല്ല, ഇപ്പോൾ ഒരു മാങ്ങയാണെന്ന് വിചാരിച്ചോളൂ, മാങ്ങേൻ്റെ വിൽപ്പനയാണ്. അപ്പോൾ ബയറൊക്കെ എനിക്ക് വേണ്ട വലുതൊക്കെ എടുക്കുക, അപ്പോൾ സെല്ലർ എടുത്തോളൂ. അപ്പോൾ ഇവിടെ ബയർ അപ്രോപ്രിയേറ്റ് ചെയ്യുന്നു സെല്ലറുടെ സമ്മതത്തോട് കൂടിയിട്ട്, അല്ലെങ്കിൽ ബയർ ഇതൊക്കെ എടുത്തു നല്ല എടുക്കും. അപ്പോൾ ബയറുടെ സമ്മതത്തോട് സെല്ലർ അപ്രോപ്രിയേറ്റ് ചെയ്തു കൊടുക്കും. അപ്പോൾ ഇതിനാണ് സ്വന്തമാക്കുന്നതിനാണ്. അത് 2 വിധത്തിലാവാം. ബൈ ദ ബയർ വിത്ത് എസെൻറ്റ് എന്നാണ് സമ്മതം ദ സെല്ലർ, ഓർ ബൈ ദ സെല്ലർ വിത്ത് എസെൻറ്റ് ഓഫ് ദി ബയർ. അങ്ങനെ 2 വിധത്തിൽ. ഇതാണ് അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ അപ്പോൾ ഇത് രണ്ടും, അപ്പോൾ നിങ്ങൾ പോയിന്റ് എഴുതണം. ട്രാൻസ്ഫർ ഓണർഷിപ്പിൻ്റെ കേസ് ഓഫ് അൺഅസർടെയിൻ ഗുഡ്സ് എന്ന് പറഞ്ഞിട്ട് സെക്ഷൻ 10 to 23 എഴുതുക. 10 and 23 ഇതിൽ 2 പോയിന്റ് എഴുതണം. ദ ഗുഡ്സ് മസ്റ്റ് ബി അസർടെയിൻ ആൻഡ് ഇറ്റ് ഗുഡ്സ് ഷുഡ് ബി അപ്രോപ്രിയേറ്റഡ് ടു ദ കോൺട്രാക്ട്. അങ്ങനെ എഴുതണം. അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞാൽ, ഈ അസർടെയിൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മീൻസ് പ്രോസസ് ബൈ വിച്ച് ദ ഗുഡ്സ് ആർ ഡെലിവേർഡ്. ഇറ്റ്സ് എ യൂണിലാറ്ററൽ. അസർടെയിൻമെൻറ്റ് തിട്ടപ്പെടുത്തൽ, അത് യൂണിലാറ്ററൽ ആക്റ്റാണ്, ഒരാൾ മാത്രം ചെയ്യുന്നത്. സെല്ലർ അയാളുടെ ഗോഡൗണിൽ ഇയാൾക്ക് വേണ്ടതൊക്കെ മാറ്റുക, അതാണ് യൂണിലാറ്ററൽ, ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ്. അപ്രോപ്രിയേഷൻ അങ്ങനെയല്ല. അപ്രോപ്രിയേഷൻ ഇറ്റ്സ് എ ബൈലാറ്ററൽ ആക്ട്. സെല്ലർക്ക് വേണം ചെയ്യാം, ബയർക്ക് വേണം ചെയ്യാം. ബയറുടെ സമ്മതത്തോട് സെല്ലർക്ക് ചെയ്യാം, സെല്ലർ സമ്മതത്തോട് ബയർക്ക് ചെയ്യാം. അത് ബൈലാറ്ററൽ ആക്റ്റാണ്. സോ ദ അപ്രോപ്രിയേഷൻ്റെ ഒരു എക്സാമ്പിൾ എന്താണ്? എനിക്ക് 100 ലിറ്റർ എണ്ണ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ 100 ലിറ്റർ എണ്ണ വേറെ വലിയ പാത്രത്തിലേക്ക് മാറ്റി ഞാൻ കുപ്പി കൊണ്ട് കൊടുത്തു. അപ്പോൾ കുപ്പിയിലേക്കൊക്കെ ഒഴിച്ചു തന്നു, എൻ്റെ സമ്മതത്തോടുകൂടി അയാൾ ഒഴിച്ചു. അപ്പോൾ അപ്രോപ്രിയേറ്റ് ചെയ്തു. ദാറ്റ് ഇസ് കോൾഡ് അപ്രോപ്രിയേഷൻ. നെക്സ്റ്റ് പോയിന്റ് യു ക്യാൻ റൈറ്റ് ഡൗൺ ചിൽഡ്രൻ. ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഇൻ കേസ് ഓഫ് സെയിൽ ഓൺ അപ്രൂവൽ. ഞാനൊരു എക്സാമ്പിൾ ആദ്യം പറഞ്ഞുതരാം, നല്ല എക്സാമ്പിൾ. ഒരു മിസ്റ്റർ റോയ്ക്ക് വളരെ മെലിഞ്ഞിട്ടാണ്, അവന് കുറച്ച് ബോഡിയൊക്കെ ഒന്ന് ഉഷാറാക്കണം, ഒരു 4 pack ഒക്കെ ആക്കണം, കൈക്കൊക്കെ നല്ല മസിൽ വരുത്തണം. അപ്പോൾ അവനെന്ത് ചെയ്തു? ഈ വെൻ ടു ഫിറ്റ്നസ് ഫോറം എന്ന് പറഞ്ഞൊരു ഷോപ്പ്, ഇങ്ങനത്തെ എക്യുപ്മെൻറ്റ്സ്, ബോഡി ബിൽഡിങ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ വാങ്ങുന്നൊരു ഷോപ്പിലേക്ക് പോയി. മിസ്റ്റർ ജോയ് നോക്കിയിട്ട് പറഞ്ഞു, എനിക്ക് നല്ലൊരു നല്ല ഫിറ്റാവണം, ബോഡിയൊക്കെ നല്ല ഫിറ്റാവണം, സ്റ്റൈലാവണം, കുറച്ച് മസിലൊക്കെ ഡെവലപ്പ് ചെയ്യണം, എനിക്കൊന്ന് എടുത്ത് തരുമോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ ഷോപ്പ് പറഞ്ഞു, ഈ ട്രെഡ്മില്ല് നല്ലതാണ്, വീട്ടിൽ നിന്ന് തന്നെ വെച്ച് നല്ലോണം എക്സസൈസ് ചെയ്യാം, നല്ല വേർത്തൊഴുകുന്ന ഒരു എക്സസൈസ് ചെയ്യാം, നിങ്ങൾ എടുത്തോളൂ എന്ന്. അപ്പോൾ നോക്കുമ്പോൾ 40,000 rupees. മിസ്റ്റർ വെരി കോസ്റ്റ്ലിയാണ്, എനിക്കറിയില്ല, എനിക്ക് പറ്റുമോ എന്നറിയില്ല, അപ്പോൾ എനിക്ക് ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഷോപ്പ് കീപ്പർ പറഞ്ഞു, നോ പ്രോബ്ലം, നിങ്ങൾ യു ടേക്ക് ഇറ്റ് ഹോം, യു പ്രാക്ടീസ് ഫോർ 2 weeks. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര വിശ്വാസവും, നിങ്ങൾക്ക് നല്ല ബോഡിയൊക്കെ അപ്പം തന്നെ നല്ല സ്റ്റൈലായി വരും, അതുകൊണ്ട് മസ്കുലർ ഫോർമേഷൻ ഉണ്ടാവും, അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ. 2 weeks 14 days നിങ്ങൾ പ്രാക്ടീസ് ചെയ്യൂ, എന്നിട്ട് ഇഫ് യു ആർ സാറ്റിസ്ഫൈഡ് യു ക്യാൻ ടേക്ക് ഇറ്റ്, നിങ്ങൾ വാങ്ങാം. ഇഫ് യു ആർ നോട്ട് സാറ്റിസ്ഫൈഡ് യു ഗിവ് ഇറ്റ് ബാക്ക്. നിങ്ങൾക്ക് തൃപ്തികരമായില്ലെങ്കിൽ നിങ്ങൾ തിരിച്ച് തന്നോളൂ.
യു ഡോണ്ട് പേ എനിത്തിങ്, ഒറ്റ പൈസയും തരണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ മിസ്റ്റർ റോയ്ക്ക് വലിയ സന്തോഷമായി. മിസ്റ്റർ റോയ് പറഞ്ഞു ശരി ഞാൻ കൊണ്ടുപോകാമെന്ന്. അങ്ങനെ ഹീ ടുക്ക് ഇറ്റ് ഹോം. അങ്ങനെ അയാൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരു 10 ദിവസമായപ്പം അതിൻ്റെ ലിവർ പൊട്ടിപ്പോയി. അപ്പം ജോയ് എന്ത് ചെയ്തു, ഷോപ്പിൽ കൊണ്ടുപോയി, ഇത് ലിവർ പൊട്ടിയിട്ടുണ്ട്, എനിക്കിത് വേണ്ട, യു ക്യാൻ ടേക്ക് ഇറ്റ് ബാക്ക് എന്ന് പറഞ്ഞു. അപ്പം ഷോപ്പിൽ പറഞ്ഞു ശരി, അയാൾ വാങ്ങി വെച്ചു. അപ്പോൾ ഇവിടെ പ്രോപ്പർട്ടി ഹാസ് നോട്ട് ബീൻ ട്രാൻസ്ഫേർഡ്, അതായത് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് നടന്നിട്ടില്ല. 2 ആഴ്ച കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് നടക്കും. പക്ഷെ 2 ആഴ്ച ആയിട്ടില്ല, 10 ദിവസമേ ആയിട്ടുള്ളൂ. സോ ഓക്കെ എന്ന് പറഞ്ഞു. ഇനിയിപ്പം വേറൊരു കേസിൽ ഈ ജോയ് പ്രാക്ടീസ് ചെയ്യാണ്. ജോയ് പ്രാക്ടീസ് ചെയ്ത് 2 ആഴ്ച കഴിഞ്ഞു. ഭയങ്കര സാറ്റിസ്ഫൈ, മസിലൊക്കെ നല്ല ഡെവലപ്പ് ചെയ്ത് ഫോം ചെയ്ത് വാങ്ങാമെന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞു. 14 days, 15, 16, 17, 18, 19, 20 days ആയി. 20 days ആയപ്പം പെട്ടെന്ന് അത് ഒന്നും മിണ്ടാണ്ട് പ്രാക്ടീസ് ചെയ്യാം, അത് പൊട്ടിപ്പോയി. അപ്പോൾ ജോയ് അതെടുത്തിട്ട് കൊണ്ടുപോയി ഷോപ്പ്. അത് എനിക്ക് വേണ്ട കേട്ടോ, അത് പൊട്ടിയെന്ന് പറഞ്ഞു. നോ യു ഹാവ് ടു പേ, നിങ്ങൾ പൈസ തരണം. വൈ എന്ന് ചോദിച്ചു. 14 days ഇറ്റ് ഇസ് അബ്സല്യൂട്ട്ലി ഫ്രീ, പ്രോപ്പർട്ടി ഹാസ് നോട്ട് പാസ്. 14 days ആയി നിങ്ങൾ മിണ്ടാണ്ട് പിന്നെയും നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഓട്ടോമാറ്റിക്കലി പ്രോപ്പർട്ടി ഹാസ് പാസ്, എൻ്റെ വസ്തുവിലെ അവകാശം കൈമാറി കഴിഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ പൈസ തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഹി ഹാസ് ടു പേ ബിക്കോസ് പ്രോപ്പർട്ടി ഹാസ് പാസ്. ഇനി വേറൊരു ഇൻസ്റ്റൻസ്, ജോയ് ഇത് വീട്ടിൽ കൊണ്ട് നല്ലോണം പ്രാക്ടീസ് ചെയ്യാണ്. ഒരു 10 ദിവസമായി. ആൻഡ് ഹി വാസ് വെരി മച്ച് സാറ്റിസ്ഫൈഡ്. മസിൽസൊക്കെ ഡെവലപ്പ് 4 pack ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ഹി ഈസ് വെരി ഹാപ്പി. അപ്പോൾ ഇവരുടെ ഫ്രണ്ട് മിസ്റ്റർ ഗോപാൽ വന്നു. ഗോപാൽ പറഞ്ഞു, ഇത് നല്ല സാധനമാണല്ലോ, ഇതെനിക്ക് തരുമോ എന്ന് ചോദിച്ചു. ശരി, നീ എടുത്തോ, കുറച്ച് നാളത്തെ ഞാൻ ഒരു പണയം വെക്കുമ്പോൾ തരാം, നീ പൈസ തന്നെ എന്തെങ്കിലും. നീ പണയം വെച്ചു. അങ്ങനെ ഗോപാൽ വീട്ടിൽ കൊണ്ടുപോയി. അതിന് പിറ്റേ ദിവസം അത് പൊട്ടിപ്പോയി. 14 ദിവസമായിട്ടില്ല, ഇറ്റ്സ് ഓൺലി 13 days. അപ്പം ഗോപാലും ഇവനും കൂടി ജോയും കൂടി ഷോപ്പിൽ പോയി. പറഞ്ഞു ഇത് വേണ്ടാന്ന്. അപ്പോൾ എന്ത് പറ്റി, ഇതാരാന്ന് ചോദിച്ചു. അപ്പോൾ ഇത് എൻ്റെ ഫ്രണ്ട് മിസ്റ്റർ ഞാനല്ല പൊട്ടിച്ച്, ഇവനാണ് പൊട്ടിച്ച്, ഇവൻ്റെ വീട്ടിൽ കൊണ്ട്. എന്നാൽ നിങ്ങൾ പൈസ തരണം എന്ന് പറഞ്ഞു. അതെന്താ പറഞ്ഞു, ബിക്കോസ് നിങ്ങൾ ഓണറാണ് എന്ന നിലയിൽ നിങ്ങൾ പെരുമാറി, നിങ്ങൾ അവന് പണയം വെച്ചു. ദാറ്റ് മീൻസ് യു ബിഹേവ്ഡ് ആസ് സോ യു ആർ ദ ഓണർ. അപ്പോൾ ഓണർ എന്നുള്ള പോലെ പെരുമാറിക്കഴിഞ്ഞാൽ ഓണർഷിപ്പ് ഓട്ടോമാറ്റിക്കായി ട്രാൻസ്ഫർ ആവും. അപ്പോൾ ജോയിനോട് പറഞ്ഞു പൈസ എന്തായാലും തരണം. So Joy had to pay the amount because ownership has transferred. He did some act behaving that he is owner. പിന്നെ വേറൊരു പോയിൻറ്റും കൂടി, ഇയാൾ ജോയ് വീട്ടിൽ കൊണ്ടുപോയി നല്ല പ്രാക്ടീസ് ചെയ്യാണ്. അങ്ങനെ ഒരു ആഴ്ച കഴിഞ്ഞപ്പോഴത്തേന് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ, നല്ല സാറ്റിസ്ഫൈഡ്. അപ്പോൾ അയാൾ ഒരു ഷോപ്പിൽ പോയിട്ട് പറഞ്ഞു എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ, ഞാനത് എടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ 7 ദിവസമായിട്ടേ ഉള്ളൂ. 8, 9, 10ാം ദിവസം പൊട്ടിയപ്പോൾ ലിവർ പൊട്ടി. അപ്പോൾ ഇയാൾ എനിക്ക് വേണ്ടാന്ന്. അപ്പോൾ ഷോപ്പ് നോ, യു ഹാവ് ടു ടേക്ക് ഇറ്റ്, നിങ്ങൾ എടുക്കാം, നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു, അപ്പോൾ നിങ്ങൾ ഓണറായി കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ നിയമം. അപ്പോൾ നിങ്ങൾ എന്താ എഴുതേണ്ടത് പരീക്ഷയ്ക്ക് എഴുതാം, ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഇൻ കേസ് ഓഫ് സെയിൽ ഓൺ അപ്രൂവൽ എന്ന് ക്യാപിറ്റൽ ലെറ്റർ എഴുതിയിട്ട് അണ്ടർലൈൻ ചെയ്യാം. ദ ടേം സെയിൽ ഓൺ അപ്രൂവൽ, എ സെയിൽ ഇൻ വിച്ച് the buyer may return the goods within a reasonable time if he is not satisfied. ഇതാണ് അതിൻ്റെ അർത്ഥം. The buyer may return the goods within a reasonable time if he is not satisfied എന്ന് എഴുതാം. അപ്പോൾ ഇതിന് പറയുകയാണ് സെയിൽ ഓൺ റിട്ടേൺ എന്നാണ് നമ്മൾ പറയുക. അതും നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. സെക്ഷൻ 24 ആണ് ഇതിൽ. അപ്പോൾ സെക്ഷൻ 24 എന്നും എഴുതണം. അപ്പോൾ 3 ways ആണ്. ഇപ്പോൾ കേസ് ഓഫ് സെയിൽ ഓൺ അപ്രൂവൽ, ഓണർഷിപ്പ് ഇസ് ട്രാൻസ്ഫർ ടു ദ ബയർ ഇൻ എനി വൺ ഓഫ് ദ 3 ways. സെയിൽ ഓൺ അപ്രൂവൽ ആണെങ്കിൽ വസ്തുവിലെ അവകാശ കൈമാറ്റം നടക്കുന്നത് 3 വിധത്തിലാണ്. ഒന്നാമത് നമ്പർ 1, വെൻ ഹി ആക്സെപ്റ്റ്സ് ദ ഗുഡ്സ്. ഈ ആക്സെപ്റ്റ്സ് ദ ഗുഡ്സ് അയാൾ സ്വീകരിച്ചു. അതായത് അയാൾ 10 ദിവസമായിട്ടില്ല, 7 ദിവസമായി പോയിട്ട് പറഞ്ഞു എനിക്കിഷ്ടമായി, ഞാൻ വാങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആക്സെപ്റ്റഡ് ദ ഗുഡ്സ്, ഈ ആക്സെപ്റ്റ് ചെയ്യുന്നതോടുകൂടി വസ്തുവിലെ അവകാശം കൈമാറി. രണ്ടാമത്തത് വെൻ ഹി അഡോപ്റ്റ്സ് ദ ട്രാൻസാക്ഷൻ. എന്താണ്, അയാൾ ഫ്രണ്ട് ഗോപാലിന് പണയം വെച്ചു. അത് അപ്പോൾ സ്വന്തം സാധനമല്ലേ പണയം വയ്ക്കുള്ളൂ. അപ്പോൾ ഷോപ്പ് കീപ്പർ പറഞ്ഞു, ഇതൊന്നും ഷോപ്പ് കീപ്പർ പറയേണ്ട ആവശ്യമില്ലായിരുന്നു, പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ബുദ്ധിമുട്ടായത്. മിണ്ടാണ്ടിരുന്നുണ്ടെങ്കിൽ ജോയ്ക്ക് തിരിച്ചു കൊടുക്കായിരുന്നു. ഇവന് ഞാൻ കൊടുത്തു, ഇവനാണ് പൊട്ടിച്ചത്, ഞാൻ ഇവന് പണയം വെച്ചു, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അതോടുകൂടി ഹി അഡോപ്റ്റ്സ് ദ ട്രാൻസാക്ഷൻ. അവിടെയാണ് ജോയ് ഗോപാലിന് കൊടുത്തോട് ഹി അഡോപ്റ്റ്സ് ദ ട്രാൻസാക്ഷൻ. മൂന്നാമത്തത് വെൻ ഹി ഫെയിൽസ് ടു റിട്ടേൺ ദ ഗുഡ്സ്. അതും എഴുതണം കുട്ടികളെ. 1, 2, 3 എന്ന് എഴുതിയിട്ട് അണ്ടർലൈൻ ചെയ്യണം. വെൻ ഹി ഫെയിൽസ് ടു റിട്ടേൺ ദ ഗുഡ്സ്, അയാൾ തിരിച്ചു കൊടുക്കാണ്ട് 2 ആഴ്ച കഴിഞ്ഞു, 14 ദിവസം കഴിഞ്ഞു, 15, 16, 17, 18, 19, 20ാമത്തെ ദിവസമാണ് പൊട്ടിയത്. അപ്പോൾ ഹി ഫെയിൽസ് ടു റിട്ടേൺ ദ ഗുഡ്സ്. ഈ 3 കാര്യത്തിൽ
the property will pass to the Mr. Joy, to the buyer. അപ്പോൾ ഇതാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, സോ വി ഹാവ് ഐ തിങ്ക് വി ഹാവ് ഫിനിഷ്ഡ് ദാറ്റ് ടോപ്പിക് ഓൾസോ. യെസ്, സോ സീ ചിൽഡ്രൻ, ദിസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. എല്ലാവരും ശ്രദ്ധയോട് പഠിക്കുക. ഞാൻ പറഞ്ഞ പോലെയൊക്കെ എഴുതുക, അതേപോലെ സെക്ഷനും എഴുതുക. എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞ എക്സാമ്പിൾസ് എഴുതണമെന്നില്ല, പറഞ്ഞ പോയിൻറ്റ്സ് എഴുതാൽ മതി, ബാക്കി നിങ്ങളുടെ ബുക്സിൻ്റെ ഹെൽപ്പോടുകൂടി. സോ പ്ലീസ് മാക്സിമം ആൾക്ക് ഇത് ഒന്ന് ഷെയർ ചെയ്യൂ കുട്ടികളെ, ആൻഡ് ഹെൽപ്പ് മാഡം, ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യൂ, ആൻഡ് യു ക്യാൻ വാച്ച്, you will understand it very well. Okay, thank you very much.